മനുഷ്യൻ്റെ കാര്യം പറഞ്ഞ ആഹാരം ആവശ്യത്തിലധികം പൈസ ഉള്ളവൻ കഴിച്ചിട്ട് അസുഖം ഉണ്ടാക്കും, അല്ലാത്തവൻ പട്ടിണി കിടന്ന അസുഖം ഉണ്ടാക്കും. രണ്ട് തരത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് തന്നെയാണ് കൃഷിക്കാരുടെ ഇടയിൽ. മോട്ടറും സൗകര്യം പണിക്കാരുടെ ഉണ്ടെങ്കിൽ പണിക്കാരനെ മുതലാക്കാൻ വേണ്ടി ഉടമസ്ഥൻ ചുമ്മാ നീ വെള്ളം അടിച്ചോളാൻ പറയും. എല്ലാ ദിവസവും രാവിലെ വന്നിരുന്ന് മോട്ടർ ഓൺ ചെയ്ത് അടിച്ചോളാൻ പറയും. ഓവർ സോക്കിങ്, മണ്ണ് ഓവർ കുതിർന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ രോഗമായിരിക്കും. ഒരിക്കലും ആ തോട്ടം നന്നായിട്ട് പോകില്ല, കായും പിടിക്കുകയില്ല. അതായത് വെള്ളം കിട്ടുന്ന സമയത്ത് എല്ലാം ചെടിക്ക് മഴ പെയ്യുന്നതാണോ ഈ പണിക്കാരനെ ഉടമസ്ഥൻ മുതലാക്കുന്നതാണോ എന്ന് ചെടിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ചെടി വെള്ളം കിട്ടുന്ന സമയത്ത് മുഴുവൻ വളർച്ചയെ പ്ലാൻ ചെയ്യുള്ളൂ. പ്രത്യുൽപാദനം നടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറയുന്ന സമയത്ത് മാത്രം ആ ഗ്യാപ്പിലാണ് ഇവർ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതാണ് പൂവിലേക്ക് തിരിച്ചു വിടുന്നത്. ത്രൂ ഔട്ട് നനച്ചുകൊണ്ടിരിക്കുന്ന തോട്ടത്തിൽ എന്നും കാപ്പിടുത്തം കുറവായിരിക്കും. എന്ത് വളം ചെയ്തിട്ടും കാര്യമില്ല. കാരണം ത്രൂ ഔട്ട് നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്ന്, വളർച്ചയെക്കുറിച്ച് മാത്രമേ ചെടി പ്ലാൻ ചെയ്യുള്ളൂ, പ്രത്യുൽപാദനം അവർ മാറ്റി വെക്കും. ഒരു കാര്യം നിങ്ങൾ നോക്ക്, വീടുകളിലൊക്കെ പരിപാലിച്ച് വളർത്തുന്ന പല മാവും ഒക്കെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒന്നും കായില്ല, ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. അവസാനം അവരും മടുക്കും, അവർ കമ്പൊക്കെ വെട്ടിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്നേഹിച്ച് എല്ലാ ദിവസവും പരമാവധി കായ ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നനച്ചുകൊണ്ടിരിക്കും. ഇപ്പം വളർന്നുകൊണ്ടിരിക്കും, അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. അതേ സ്ഥാനത്ത് തിരിഞ്ഞു നോക്കാത്ത പല ആൾക്കാരും പറയാറുണ്ട്, തിരിഞ്ഞു നോക്കാത്തവനാണ് നാച്ചുറലായിട്ട് അവന് വെള്ളം കിട്ടുമ്പോഴേ, മഴ വരുമ്പോഴേ കിട്ടുള്ളൂ, അവൻ മര്യാദയ്ക്ക് പൂക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും അവിടെ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്ക് കയറി നിയന്ത്രിക്കും. പ്രകൃതിക്ക് ഒരു ബാലൻസ് ഉണ്ട്, അതിൽ കൂടെയാണ് ഇത് പോകുന്നത്. ഇതുപോലെ തന്നെ നനയ്ക്കുന്ന സ്ഥലത്ത് ഓവർ സോക്കിങ് എന്ന് പറയുന്നത് മണ്ണ് ഭയങ്കര അൺഹെൽത്തി ആവും. ഓവർ സോക്കിങ് നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാക്കുന്നത്. അവിടെ രോഗം ഉണ്ടാവും. രോഗം മാറുകയല്ല അങ്ങനത്തെ പറമ്പിൽ നിന്ന്. മിക്കവാറും പണിക്കാർ ഉള്ള പറമ്പിലാണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൊടുക്കുക എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണം. വെള്ളം കൊടുക്കുന്ന തന്നെ ഈ മരത്തെ മുട്ടിയാണോ കൊടുക്കുന്നത്? ഇത് മരമാണെങ്കിൽ ഇതിൻ്റെ ചോട്ടിക്കൊണ്ടാണ് പല ആൾക്കാരും വലിയ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്നതെന്ന് പറയുന്നവരുടെ തോട്ടത്തിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രിപ്പ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മൂട്ടിലേക്കാണ്. രോഗം മാറുകയല്ല ആ ചെടിക്ക്. ഇതിൽ ഒരിക്കലും ഇത് ഡ്രൈ ആയിട്ടേ നിൽക്കാവുള്ളൂ. ഇതിൽ നിന്നൊരു ഇത്രയെങ്കിലും അകന്ന് മാത്രമേ വെള്ളം ചെല്ലാവുള്ളൂ. ഇത്രയും ദൂരം ചൂട് എപ്പോഴും ഡ്രൈ ആയിരിക്കണം ഏത് മരത്തിൻ്റെയും. അതിന് വേറെ ഇതേലായിരിക്കും, ഒട്ടും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ കൊണ്ടായിരിക്കും വെള്ളം കൊടുത്തത്. അപ്പോൾ വാട്ടർ മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പ്രൊഡക്ഷൻ കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ വളമിട്ടെന്ന് പറഞ്ഞാൽ ആ റിസൾട്ട് വരുത്താൻ പറ്റില്ല. ഇവരുടെ മാനേജ് ചെയ്യുന്നതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്.